നമസ്കാരം, എല്ലാവർക്കും ഇലക്ട്രോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇത് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഇതൊക്കെ ഇതൊരു ഓഫീസാണ്. അപ്പോൾ ഇതിപ്പം വി ബോർഡാണ് പാർട്ടിഷൻ ചെയ്തിട്ടുള്ളത്. വി ബോർഡിലാണ് നമ്മൾ ഓരോ ഓഫീസിൻ്റെയും ഭാഗങ്ങളൊക്കെ റൂമുകളൊക്കെ പാർട്ടിഷൻ ചെയ്യുക. അപ്പോൾ അതിൽ ചില ഫാന് ഇപ്പോൾ ഇത് വി ബോർഡ്, ഈ ഫാനൊക്കെ നിർത്തിയ ഒരു വാൾ പ്ലഗ് ഉണ്ട്. ആ വാൾ പ്ലഗ് യാതൊന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ പിന്നെ ഇവിടെ ഇതിലിപ്പോൾ ടി വി ഇപ്പോൾ ടി വി നിൽക്കേണ്ടതൊക്കെ ഒരു വാൾ പ്ലഗും അതൊക്കെ പിന്നീട് വരുന്ന ഐഡിയ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് സെപ്പറേറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിന് ഓട്ടമൊന്നും വെക്കാൻ പറ്റില്ല. അതേപോലെ ഇവിടെ വെച്ചാൽ ഇതൊക്കെ വി ബോർഡ് കേട്ടോ, ചുമരല്ല, ഇതൊക്കെ വി ബോർഡിലാണ് ചെയ്യണേ. അപ്പോൾ അങ്ങോട്ട് പോവാം. ഇവിടെ കാണിച്ചു തരാം. ഈ വാൾ ഫാന്, ഈ ഒരു വാൾ ഫാന്, പിന്നെ ജിപ്സത്തിന് കേട്ടോ സാധനം. ഇവിടെ പഞ്ച് മെഷീൻ വെച്ചാൽ ഇതാണ് സാധനം. സൂം ചെയ്ത് കാണിച്ചു. ഇതാണ് സാധനം, പഞ്ച് മെഷീൻ വെച്ചാണ്. ഇത് ഇവിടുന്ന് അയച്ചിട്ട് പുറത്ത് ചെയ്തതാണ്. അപ്പോൾ അത് എങ്ങനെ വെക്കണ്ടേ ഏതാന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞൊരു സംഭവം ഇതാണ് കേട്ടോ. ഒരു വാൾ പ്ലഗ് പരിചയപ്പെടുത്തില്ലേ. അപ്പോൾ ഇതിന്റെ പ്രൊമോഷനും കാര്യങ്ങളും ഒന്നല്ല കേട്ടോ, നമ്മൾ ഇതിന്റെ ഉപയോഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് ഇതിന്റെ പേരാണ് ബട്ടർഫ്ലൈ വാൾ പ്ലഗ്. ഇതിപ്പോ ബട്ടർഫ്ലൈയുടെ പേര് വരുന്ന കാര്യമൊന്നും നമുക്ക് അറിയില്ല. അത് പൂമ്പാറ്റിന്റെ പോലെ ചിറക് വിരിച്ചു നിൽക്കണോണ്ടാണോ എന്തോന്നും അറിയില്ല. അത് എന്തേലും ആയിക്കോട്ടെ. അപ്പൊ നമ്മളെ ഉപകാരം എന്ന് പറഞ്ഞാല് ഇത് കാണിച്ചു തരാം. ബട്ടർഫ്ലൈ വാൾ പ്ലഗ് ആ പൊട്ടിട്ടോ, ആ പോട്ടെ, വേറെ ഉണ്ട്. അപ്പൊ ഈ ഒരു സാധനം ആണ് ബട്ടർഫ്ലൈ വാൾ പ്ലഗ്. ഇതെങ്ങനെ നമ്മൾ ഇതിൽ വെക്കുക? അപ്പൊ നമ്മൾ ജിപ്സം ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ജിപ്സം ബോർഡിൽ എങ്ങനെ ഫിറ്റ് ആക്കാന്നുള്ളത്. അപ്പൊ നോക്കിയോളെ, ഇങ്ങനെ ഒരു നമ്മൾ വെറുതെ ഒരു സ്ക്രൂ ഡ്രൈവറായിട്ട് ജിപ്സം ബോർഡിന് ഹോൾസ് അടിക്കാം. ഇതെങ്ങനെ സ്ക്രൂ ഡ്രൈവറായിട്ട് ഹോൾസ് അടിച്ചിട്ട് ഈ വാൾ പ്ലഗ് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഈ രണ്ട് ചിറകും ഇങ്ങോട്ട് മടക്കുക. അങ്ങനെ മടക്കിയതിന് ശേഷം ഇത് ഈ ആക്കിയ ഹോൾസിലേക്ക് ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഫൈനൽ കിട്ടുക, അതിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഇതിന് ബാക്ക് തന്നെ ഇങ്ങനെ ഇത് നമ്മൾ സ്ക്രൂ എങ്ങനെ മടക്കി നോക്കണ്ട. ഇതിനുള്ള കൂടെ സ്ക്രൂ കൊണ്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് സ്ക്രൂ വരും. അത് വരുമ്പോൾ ഇത് കുറച്ചുകൂടി കൊണ്ട് വൈഡായി കൊടുക്കും. അപ്പോൾ ഈ രണ്ടും ലോക്കായിട്ട് അവിടെ കൊടുക്കും. അപ്പോൾ എന്താ, നമ്മൾ സിലിണ്ടർ ലൈറ്റോ അല്ലെങ്കിൽ ഫാൻസി ലൈറ്റോ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിലും സീലിങ്ങിൽ എന്ത് സാധനം സ്ക്രൂ ചെയ്ത് വെക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചാൽ അവിടെ നല്ല സ്ട്രോങ് തന്നെ നിൽക്കും. പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ സീലിംഗ് ചെയ്യുമ്പോൾ പാനൽ ലൈറ്റിനൊക്കെ പോയിന്റ് ഇടുമ്പോൾ വീട്ടുകാർ ലാസ്റ്റ് പറയും ഓരോ സ്ഥലത്ത് പോയി കാണുമ്പോൾ അവിടെ സിലിണ്ടർ ലൈറ്റ് വെക്കുക അല്ലെങ്കിൽ അവിടെ ഫാൻസി വെക്കുക എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ ചാനലോ കാര്യങ്ങളൊന്നും സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുണ്ടാവില്ല. അപ്പോൾ സിലിണ്ടർ ലൈറ്റ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ സാധാ വാൾ പ്ലഗ് നമുക്ക് വെച്ചാൽ സിലിണ്ടർ ലൈറ്റ് വെക്കാൻ പറ്റില്ല, ഊരിപ്പോരും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ലോക്കാവും. നമുക്ക് സ്ക്രൂ ചെയ്യാം, നല്ല സ്ട്രോങ്ങിൽ തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെന്ത് ചെയ്യാം, ഈ ഒരു സാധനം ഇവിടെ ഒരുവിധ ആളുകൾക്ക് അറിയില്ല. ഞാൻ ഇത് കുറച്ച് മുന്നേ ഒരു കടയിലോ കുറച്ച് 2-3 കടയിൽ ചോദിച്ചു ഈ സാധനം. ഞാൻ യു എയിലൊരു 10 വർഷം മുന്നേ തന്നെ ഈ ഒരു സാധനം വെച്ച് നമ്മൾ അവിടെ പണി ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലൊക്കെ ലൈറ്റ് കാര്യങ്ങൾ മറ്റുള്ള സാധനങ്ങളൊക്കെ ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആ ഒരു ഇതിൽ ഞാനിവിടെ വന്ന് ഇങ്ങനെ സംഗതി ചോദിച്ചപ്പോൾ ഈ ഒരു സംഭവം അവർക്ക് അറിയില്ല. ഇത് കോഴിക്കോട് ആ ഭാഗത്തൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അന്നൊക്കെ. അങ്ങനെ ഇതിൻ്റെ ഒരു സാമ്പിൾ എനിക്ക് കിട്ടി. ഞാൻ എന്നിട്ട് ഒരു കടയിൽ കൊടുത്തു ഈ സാമ്പിൾ. എന്നിട്ട് ആ കടയിൽ കൊടുത്തപ്പോൾ ഇപ്പോൾ ആ കടയിലൊക്കെ കിട്ടുന്നുണ്ട്. ഒരുവിധ സ്ഥലത്തൊക്കെ ഇപ്പോൾ എത്തിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളുണ്ടാവും. ഇപ്പോൾ നമ്മളെ ഫീൽഡിൽ തന്നെ അറിയാത്ത ആളുകളുണ്ടാവും. കടക്കാർ ഷോപ്പുകാർക്ക് വരെ ഇതിനെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഇലക്ട്രീഷ്യന്മാരായ ഇപ്പോൾ പുതിയ ആളുകൾക്കൊന്നും ചിലപ്പോൾ അത് അറിഞ്ഞോളന്നില്ല. അപ്പോൾ അത് അറിയുന്നേക്കും ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ള അറിഞ്ഞേക്കും വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഈ വീഡിയോ. അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ അറിയുന്ന ആളുകൾ ശ്രമിക്കാം. ചിലപ്പോൾ നമുക്ക് അറിയുന്ന മാതിരി മറ്റുള്ളവർക്ക് അറിയണമെന്നില്ലല്ലോ. എനിക്കറിയാത്ത കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും ഈ ഒരു കാര്യങ്ങളെ പറ്റി അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അത് അറിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നിങ്ങളാ ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി കൊണ്ടുവന്ന് തന്നാൽ എത്തിച്ചു തന്ന് നമുക്ക് ഉപകാരമാവുന്ന കടക്കാരോടൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്തിച്ചു തരും തീർച്ചയാണ്. കാരണം ഞാൻ അനുഭവിച്ച് അറിഞ്ഞ ആളാണ്. ഞാൻ ഈ ഒരു സംഗതി ആ കടയിലെ ഷോപ്പിൽ കൊടുത്ത് ഒരു സാമ്പിൾ കൊടുത്ത് കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞപ്പോൾ സാമ്പിൾ കൊടുത്ത് അപ്പോൾ അവരെ കൊണ്ടുവന്ന് ആ ഷോപ്പിൽ വെച്ച് ഇപ്പോൾ അവിടെ കിട്ടും ആ സാധനം. ഒരുവിധ ആളുകൾക്കൊക്കെ ഇങ്ങനത്തെ ഉപയോഗം നടക്കും. അത് പിന്നെ സിലിണ്ടർ ലൈറ്റ് വെക്കണം. വി ബോർഡിൽ ഞാൻ നേരത്തെ കാണിച്ച
ആ ടി വി വരെ നമ്മൾ LCD TV വരെ നിൽക്കേണ്ടത് ആ വി ബോർഡിൽ ഈ ഒരു സാധനം വെച്ചിട്ടാട്ടോ. പഞ്ച് മെഷീന് വി ബോർഡിൽ നിൽക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വാൾ ഫാനുകൾ, ഈ എന്ത് സാധനമാണെങ്കിലും നിർത്താം. നല്ല ഹെവി സാധനമാണിത്. നമുക്ക് ഇതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, അതിൻ്റെ ഉപകാരം മാത്രമാണ് ഞാൻ പറയേണ്ടത്. അത് വീണ്ടും ഞാൻ പറയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളെ അഭിപ്രായങ്ങൾ നമ്മൾ കമൻ്റായിട്ട് അറിയിക്കട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.